ഏത് കാറ്റിലും കോളിലും ഉലയാത്ത കോട്ട എന്നാണ് പാലക്കാടിനെ കുറിച്ച് LDF വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ തവണ ആ കോട്ട വീണു. VK ശ്രീകണ്ഠനിലൂടെ UDF അത് പിടിച്ചെടുത്തു. ഇത്തവണ എന്ത് വിധേനയും പാലക്കാട് ലോക്സഭാ മണ്ഡലം വിജയിക്കുക എന്നുള്ളത് LDFനെ സംബന്ധിച്ച് CPMനെ സംബന്ധിച്ച് അഭിമാന പ്രശ്നമാണ്. കോട്ട കാക്കും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് VK ശ്രീകണ്ഠൻ. ശ്രീകണ്ഠനെ കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ് പാലക്കാട്ടേക്ക്. LDFനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് CPMനെ സംബന്ധിച്ച് അവരുടെ പ്രസ്റ്റീജ് സീറ്റാണ് പാലക്കാട്. തുടർച്ചയായിട്ട് ജയിച്ചുകൊണ്ട് വരികയായിരുന്നു. കഴിഞ്ഞ തവണയാണ് താങ്കൾ ജയിച്ചത്. അപ്പോൾ കേരളത്തിൽ ഒരു സീറ്റ് തിരിച്ചു പിടിക്കാൻ CPM ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സീറ്റ് പാലക്കാടായിരിക്കും. UDFന്റെയും പ്രസ്റ്റീജ് സീറ്റായിട്ട് മാറിക്കഴിഞ്ഞു പാലക്കാട്. ഇത് നിലനിർത്തുക എന്നുള്ളതും ശക്തമായ പോരാട്ടം നടത്തുക എന്നുള്ളതും UDFന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇത്തവണത്തെ കാര്യങ്ങളൊക്കെ അനുകൂലമാണ് എന്നാണോ പ്രതീക്ഷ? കഴിഞ്ഞ തവണ ഒരു തരംഗം ഉണ്ടായിരുന്നു, കേരളമാകെ ഒരു തരംഗം ഉണ്ടായിരുന്നു. അത് പാലക്കാടും ഉണ്ടായി. ഇത്തവണ അങ്ങനെ തരംഗം ഉണ്ടാവാൻ സാധ്യതയുണ്ടോന്ന് നമുക്കിപ്പോൾ പ്രവചിക്കാൻ പറ്റില്ല. തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിന് വളരെ മുമ്പ് നമുക്ക് ആ കാര്യങ്ങളെക്കുറിച്ച് വിലയിരുത്താൻ കഴിയില്ല. പക്ഷേ UDFന് അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിൽ പൊതുവായിട്ടുള്ളത്. ഇപ്പം പാലക്കാടിനെ സംബന്ധിച്ച് വളരെ കാലത്തിന് ശേഷം ഒരു കോൺഗ്രസ് MPയെ കിട്ടിയത് 2019 ഇപ്പോൾ താങ്കൾ 4.25 വർഷമായി, 5 വർഷം പൂർത്തിയാക്കാൻ പോകുന്നു. അപ്പോൾ ഈ 5 വർഷം MP ആയിരുന്നു എന്നുള്ളത് സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന കാര്യമാണോ? ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ്? ജനങ്ങൾ ഒരു ജനപ്രതിനിധിയെ ഏറ്റവും കൂടുതൽ കണ്ടതും അടുത്തറിഞ്ഞതും ഞാൻ MP ആയിട്ടാണെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഇതിനു മുമ്പ് 23 വർഷം LDFന്റെ MPമാർ. അവർ ജനങ്ങളെ നേരിട്ടല്ല ബന്ധപ്പെടുക, പാർട്ടി മുഖാന്തരമാണ്. ഞാൻ ജയിച്ചപ്പോൾ തന്നെ പ്രഖ്യാപിച്ചത് പാർട്ടിക്കാരനാണ് ഞാൻ, മുന്നണിയുടെ MP ആയി. പക്ഷെ അത് ജനങ്ങളുടെ കൂടെ MP ആണ്. അതുകൊണ്ട് നേരിട്ട് ആക്സസ് അവർക്ക് എപ്പോഴും ഉണ്ടാകുമെന്ന് വാക്ക് പറഞ്ഞു. അത് പാലിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും നല്ല ആത്മവിശ്വാസം. പക്ഷേ 2019 കഴിഞ്ഞ് വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് വലിയ വിജയമാണ് ഉണ്ടായത്. ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ തന്നെ പ്രത്യേകിച്ച് യുവ നേതാക്കൾ മത്സരിച്ച് ഇത്തവണ വിജയിപ്പിക്കുമെന്ന് വിചാരിച്ച സീറ്റുകൾ നഷ്ടപ്പെട്ടു. സിറ്റിംഗ് സീറ്റ് ഇപ്പോൾ തൃത്താല നഷ്ടപ്പെട്ടു. അപ്പോൾ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് സ്ഥായിയായ ഒന്നല്ല, അത് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ 2021 കാലാവസ്ഥയാണ് 2024. അസംബ്ലി തെരഞ്ഞെടുപ്പിനും പാർലമെന്റ് തെരഞ്ഞെടുപ്പിനും 2 രീതിയിലുള്ള വോട്ടിംഗ് പാറ്റേണാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. അത്യപൂർവമായിട്ടാണ് രണ്ടും ഒരുപോലെ ചിന്തിച്ചിട്ടുള്ള സമയം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം, അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ LDFന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ആയിരുന്നു. കോവിഡിന് ശേഷം ഉണ്ടായിട്ടുള്ള പാൻഡമിക് പീരീഡ്, അതിൽ ഗവൺമെൻറ്റിൻ്റെ സഹായം പല രീതിയിലും. അപ്പോൾ എല്ലാവരും ഗവൺമെൻറ്റിൽ ആശ്രയം അർപ്പിച്ച ഒരു സമയത്താണ് തിരഞ്ഞെടുപ്പ്. സ്വാഭാവികമായിട്ടും ആ ഒരു പ്രൊട്ടക്ഷൻ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. പക്ഷെ ആ പ്രതീക്ഷകളൊക്കെ പിന്നീട് അസ്ഥാനത്തായി. ഇപ്പോൾ ആ LDFനെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വെറുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇപ്പോൾ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നൊരു പ്രതീതി ഉണ്ടായിരുന്നു. കാരണം അതിനു മുൻപ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് സംസ്ഥാനങ്ങൾ കോൺഗ്രസ് ജയിക്കുന്നു. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു യൂഫോറിയുണ്ട്. രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് മത്സരിക്കാൻ വരുന്നു, അതത് ഇരട്ടിപ്പിച്ചു. അങ്ങനെയുള്ള ഒരു കോൺഗ്രസ് തരംഗത്തിന്റെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ നോക്കൂ, ഈ പറഞ്ഞ സംസ്ഥാനങ്ങളൊക്കെ കോൺഗ്രസ് പരാജയപ്പെട്ടു. കോൺഗ്രസ് ഒരു ബദൽ ശക്തിയായി ഒരു സർക്കാർ രൂപീകരിക്കാൻ പോകുന്ന ഒരു പാർട്ടിയായി ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. അപ്പോൾ ആ ദേശീയ രാഷ്ട്രീയ സാഹചര്യം ഇത്തവണ പ്രതികൂലമല്ലേ? ആ സംശയം നിങ്ങൾക്കുണ്ടാകാം, സ്വാഭാവികമായിട്ട്. ഞങ്ങൾക്ക് അത്തരത്തിൽ സംശയമില്ല. കാരണം ഇപ്പോൾ അസംബ്ലി തിരഞ്ഞെടുപ്പ് നടന്നത് അസംബ്ലികളിലേക്കാണ്. അവിടുത്തെ ആൻറ്റി ഇൻകംബൻസി ഉണ്ട്, അവിടുത്തെ പാർട്ടിയുടെ ഘടനയുണ്ട്, പല വിഷയങ്ങളും അതിൽ ചർച്ച ചെയ്യാനുണ്ട്. പക്ഷെ ഒരു രാജ്യം പഴയ രൂപത്തിലേക്ക് വീണ്ടെടുക്കുക എന്നുള്ളത് ഓരോ ഇന്ത്യക്കാരൻ്റെയും ഏറ്റവും പ്രഥമമായിട്ടുള്ള ആവശ്യമാണ്. പ്രത്യേകിച്ച് ജനാധിപത്യ വ്യവസ്ഥിതി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നൊരു സാഹചര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു അസംബ്ലി ഇലക്ഷനിൽ ഒരു തിരിച്ചടി ഉണ്ടായതുകൊണ്ട് മാത്രം വിലയിരുത്താൻ കഴിയില്ല. പക്ഷെ ആ തിരിച്ചടികളൊക്കെ വിലയിരുത്തി അതെല്ലാം മറികടക്കാനുള്ള സമയം ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിനുണ്ട്. മാത്രമല്ല, കോൺഗ്രസ് ഒറ്റയ്ക്കല്ല. കഴിഞ്ഞ തവണ UPA സഖ്യം മാത്രമായിരുന്നു, ഇത്തവണ ഇന്ത്യ സഖ്യമാണ്. 28 രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് നിന്നാൽ കടപുഴകാത്തൊരു മലയും ഉണ്ടാകില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ
ഇതിനോടകം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞോ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി തുടങ്ങിയ സാഹചര്യങ്ങൾ അവിടെ നിൽക്കുന്നു. കോൺഗ്രസ് സംഘടനാപരമായി ദുർബലമായി എന്ന വിമർശനവും അതേ തുടർന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറ്റി കോൺഗ്രസ് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പൂർണ്ണ സജ്ജമാണോ? കോൺഗ്രസ് ഒറ്റയ്ക്കല്ല, UDF ഒരുമിച്ചായതുകൊണ്ട് കോൺഗ്രസിന് കുറച്ച് കുറവുള്ള സ്ഥലങ്ങളിലൊക്കെ കോൺഗ്രസിൻ്റെ UDFന്റെ ഘടകകക്ഷികളുടെ കൂടെ സപ്പോർട്ടുണ്ട്. അപ്പോൾ UDF ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന് ഉള്ള പ്രാഥമിക ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞു. പാലക്കാട് കുറെ കാലമായി ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. കേരളത്തിൽ BJP ഭരിക്കുന്ന ഏക മുനിസിപ്പാലിറ്റി ഉള്ളത് പാലക്കാടാണ്. അപ്പോൾ ഇത്തവണ ഒരു ശക്തമായ ത്രികോണ മത്സരമാണോ പ്രതീക്ഷിക്കുന്നത്? ഒരിക്കലുമല്ല. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാളും വളരെ പിറകോട്ട് BJP പോയി. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ജനദ്രോഹമായ നയങ്ങൾ ഏറ്റവും താഴെത്തട്ടിൽ ജനങ്ങൾ അനുഭവിച്ചു. അതുകൊണ്ട് BJP കേരളത്തിൽ ഈ പ്രസ്റ്റീജ് സീറ്റുകളായി പറയുന്നത് ഒരു സ്വപ്നമാണ് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം. BJP ആദ്യകാലത്ത് ജയിക്കും എന്ന് വിചാരിച്ചിരുന്ന 2 സീറ്റുകളിൽ ഒന്ന് തിരുവനന്തപുരം, പിന്നെ ഒന്ന് പാലക്കാടാണ്. അപ്പോൾ ഇതിപ്പോൾ കാലാന്തരത്തിൽ കോൺഗ്രസും CPM തമ്മിൽ തന്നെയാണ് മത്സരം. ഇപ്പോൾ താങ്കളെ സംബന്ധിച്ച് LDF തന്നെയാണ് എതിരാളി. 100% ഇവിടെ നേർക്കുനേർ ഏറ്റുമുട്ടുന്നത് LDFും UDFും തന്നെയാണ്. ഇപ്പോൾ എതിർ സ്ഥാനാർത്ഥി ആരാണ്? ഇപ്പോൾ എന്നാലോചിക്കുമ്പോൾ 3 തവണ ഇവിടെ മത്സരിച്ച MP രാജേഷ് ഇത്തവണ നിയമസഭാംഗവും മന്ത്രിയാണ്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ഇല്ല. അപ്പോൾ എതിർ സ്ഥാനാർത്ഥിയെ കുറിച്ച് എന്താണ്, എന്തെങ്കിലും സൂചന ഉണ്ടോ? അവരുടെ പാർട്ടിയും അവരുടെ മുന്നണിയല്ലേ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്. ഇതുവരെയും UDF സ്ഥാനാർത്ഥി കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാൻ തീരുമാനിച്ചിട്ടില്ല. പിന്നെ LDF സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ട് അറിയില്ല. ആരായാലും ഇതൊരു പൊളിറ്റിക്കൽ ഫൈറ്റാണ്. കേരളത്തിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുക പാലക്കാടായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ശരിയാണ്, സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചില്ലെങ്കിലും പക്ഷേ കോൺഗ്രസിന്റെ സിറ്റിംഗ് MLA-മാരും സിറ്റിംഗ് MP-മാരും ഒക്കെ വീണ്ടും മത്സരിക്കുക എന്നുള്ളതാണ് പതിവ്. അത്യപൂർവമായി മാത്രമേ അത് മാറാറുള്ളൂ. ഇപ്പോൾ താങ്കൾ ഒരു തവണ ഇവിടെ MP ആയിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായും സിറ്റിംഗ് MP എന്നുള്ള നിലയിൽ വീണ്ടും മത്സരിക്കുമെന്ന് എല്ലാവർക്കും അറിയാലോ. അതിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അന്തിമ തീരുമാനം പാർട്ടിയുടേതാണ്. ഇത്തവണ ഇപ്പോൾ പരമ്പരാഗതമായ രീതികൾക്കൊക്കെ, അതായത് ഞാൻ പറഞ്ഞതുപോലെ സിറ്റിംഗ് MP-മാർ വീണ്ടും മത്സരിക്കുക തുടങ്ങിയ രീതികൾക്കൊക്കെ മാറ്റം വരുമോ? ഇത്തവണ സുനിൽ കനുഗോലുവിന്റെ സ്ട്രാറ്റജി ടീം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയം അടക്കമുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. അല്ലെങ്കിൽ സുനിൽ കനുഗോലു പൊളിറ്റിക്കൽ അഫയേഴ്സ് മീറ്റിംഗിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തു. തെലങ്കാനയിൽ കനുഗോലുവിന്റെ തന്ത്രങ്ങളൊക്കെ വിജയിച്ചു കോൺഗ്രസ് അധികാരത്തിലെത്തി. എന്നാൽ മധ്യപ്രദേശും രാജസ്ഥാനും ആ സമീപനം സ്വീകരിച്ചില്ല, അവിടെ പരാജയപ്പെട്ടു. അപ്പോൾ ഈ തവണ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞർ പറയുന്നത് അനുസരിച്ചുള്ള സ്ഥാനാർത്ഥി നിർണ്ണയമായിരിക്കുമോ? പാർട്ടി പല രീതിയിലും ഈ തെരഞ്ഞെടുപ്പിനെ സ്ഥാനാർത്ഥികളെ വിലയിരുത്തുന്ന കാര്യത്തിൽ പല സമീപനങ്ങളുണ്ട്. അതിലൊന്നു മാത്രമാണ് കനുഗോലിൻ്റെ നേതൃത്വത്തിലുള്ളൊരു ടീം ജനങ്ങളുടെ ഇടയിൽ അഭിപ്രായ സ്വരൂപീകരണം നടത്തുന്നത്. ഇതിനോടകം തന്നെ മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ട് ചില സിറ്റിംഗ് MP-മാർ അവരുടെ പെർഫോമൻസിൽ പിറകിലാണ്, അവരെ മാറ്റേണ്ടി വരും എന്ന് കനകോലു റിപ്പോർട്ട് കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു പ്രൊഫഷണൽ ടീമിന്റെ ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥി നിർണ്ണയം എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് സാധ്യമാണോ? ഇത് എല്ലാ ഇലക്ഷനിലും സാധാരണ കഴിഞ്ഞ കുറേ ഇലക്ഷനിലായിട്ട് ഇതുപോലുള്ള ടീം പ്രവർത്തിക്കാറുണ്ട്, അന്വേഷണം നടത്താറുണ്ട്, ചില നിഗമനങ്ങൾ എത്താറുണ്ട്. പക്ഷെ പൂർണ്ണമായിട്ടും അതിനനുസരിച്ചല്ല പാർട്ടി തീരുമാനിക്കും. പാർട്ടി പല ഘടകങ്ങളും LDFന്റെ സ്ഥാനാർത്ഥി, ഓരോ നിയോജക മണ്ഡലങ്ങളുടെ സാധ്യതകൾ, അവിടെയൊക്കെ എങ്ങനെയൊക്കെ ശാസ്ത്രീയമായിട്ട് കുറച്ച് അപഗ്രഥിച്ചാണ് സ്ഥാനാർത്ഥിയെ ഫൈനലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ UDFന്റെ ഇപ്പോഴുള്ള 18 MP-മാരെ സംബന്ധിച്ചും പ്ലസ് ആണ്, പോസിറ്റീവാണ്. അല്ല, അതെനിക്കറിയില്ല. കാരണം എന്തറിയോ, എനിക്ക് എൻ്റെ മണ്ഡലത്തിനെ കുറിച്ച് വിലയിരുത്താൻ അറിയുള്ളൂ. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജനപ്രതി എന്നുള്ള നിലയിൽ പൂർണ്ണമായിട്ടും നീതി പുലർത്താൻ എനിക്ക് കഴിഞ്ഞു. കോവിഡ് കാലത്ത് മാത്രമാണ് എല്ലാവർക്കും ഉണ്ടായ പ്രതിസന്ധി, അത് ഫണ്ടിൻ്റെ ലഭ്യത, MP ഫണ്ട് 2 വർഷത്തെ റദ്ദ് ചെയ്തത്. അപ്പോൾ ജനങ്ങൾക്ക് ആഗ്രഹങ്ങൾ പൂർണ്ണമായിട്ട് നടപ്പിലാക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിലും പൂർണ്ണമായിട്ട് നടപ്പിലാക്കാൻ കഴിയില്ല ഏത് ഭരണാധികാരിയാണ്. ഇപ്പോൾ കേന്ദ്രത്തിൽ ഭരണം BJPയുടെയാണ്, സ്റ്റേറ്റിൽ ഭരണം CPMന്റെ നേതൃത്വത്തിലാണ്. പല വികസന കാര്യങ്ങളിലും രാഷ്ട്രീയം നോക്കുന്നതുകൊണ്ട് പല പദ്ധതികളും അപേക്ഷ കൊടുക്കുക, പ്രോജക്റ്റ് സമർപ്പിക്കുക, അതൊക്കെ ചെയ്തും അതിനൊന്നും അനുമതി കിട്ടാത്തതിലുള്ള ഒരു പ്രയാസമുണ്ട്. ഇപ്പം MP-യെ സംബന്ധിച്ചിട്ടുള്ള ഒരു പരിമിതി 7 നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ ഒരു പാർലമെന്റ് മണ്ഡലത്തിലുണ്ട്. അതേസമയം MP ഫണ്ട് 5 കോടി രൂപയാണ്. അതിവിടെ പറഞ്ഞതുപോലെ 2 വർഷം കോവിഡ് കാലഘട്ടത്തിൽ അത് തടസ്സപ്പെടുകയും ചെയ്തു. അപ്പോൾ ഒരു MP-യെ സംബന്ധിച്ച് ഈ പറഞ്ഞ MP ഫണ്ട് കൊണ്ട് ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് വലിയ തോതിലുള്ള പരിമിതി ഉണ്ട് എന്നിരിക്കെ ഇപ്പോൾ എന്ത് നിങ്ങൾ ചെയ്തു എന്നൊക്കെ ചോദിച്ചാൽ, അല്ലെങ്കിൽ എന്ത് വികസനം MP കൊണ്ടുവന്നു എന്നൊക്കെ ചോദിച്ചാൽ എന്ത് മറുപടി പറയും? PMGSY റോഡ് കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. പണ്ട് 2ഉം 3ഉം റോഡ് കിട്ടിയിരുന്നിടത്ത് 16 റോഡാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഏകദേശം 72 കോടി രൂപയുടെ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ കഴിഞ്ഞു.
പാലക്കാട് റെയിൽവേ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ് പാലക്കാട് പിറ്റ് ലൈൻ. ഞാൻ MP ആയതിനു ശേഷം അതിൻ്റെ നടപടികൾ ശക്തമാക്കി 47 കോടി രൂപയുടെ പ്രോജക്റ്റ് അംഗീകരിച്ച് ടെൻഡറായി അതിൻ്റെ പ്രവൃത്തി ആരംഭിച്ചു എന്നുള്ളത് റെയിൽവേ വികസനത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഗ്രീൻഫീൽഡ് ഹൈവേ, കേരളത്തിൽ ആദ്യമായി വരുന്ന ഹൈവേയുടെ പ്രവർത്തനം വളരെ ത്വരിതപ്പെടുത്താൻ ആരംഭിക്കാനും സ്ഥലമെടുപ്പ് നടപടികൾ പൂർത്തിയായി കോമ്പൻസേഷൻ കൊടുത്തു നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ്. ഒപ്പം പാർലമെന്റിലെ ഇടപെടലുകളെ കുറിച്ച് പറയുമ്പോൾ നല്ല സാധ്യതയുണ്ടായിരുന്നു. കാരണം കോൺഗ്രസിന് എണ്ണം കുറവാണ്, അല്ലെങ്കിൽ പ്രതിപക്ഷ ബ്ലോക്കിന് എണ്ണം കുറവാണ്. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എംപിമാരാണ് കോൺഗ്രസ് എംപിമാരിലെ ഏറ്റവും വലിയ ബ്ലോക്ക് എന്നിരിക്കെ നിർണായകമായ പല ഇടപെടലുകൾ നടത്താനുള്ള സ്പേസ് അവിടെ ഉണ്ടായിരുന്നു. അത് ഉപയോഗിച്ചു എന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. 100%. പാർലമെന്റിന്റെ സ്ട്രെങ്ത് അനുസരിച്ചാണ് ഓരോ സബ്മിഷനും ലോട്ട് വരെ തീരുമാനിക്കുന്നത്. എന്ത് സബ്മിഷൻ അവതരിപ്പിക്കണമെങ്കിലും നമ്മൾ അപേക്ഷ കൊടുത്ത് അതിൽ നിന്നും 543 പേരിൽ നിന്നും ലോട്ടിട്ടാണ് അവസരം കിട്ടുക. നേരെ ചൊവ്വ ഇടപെടണമെങ്കിൽ എല്ലാം ടോസാണ്. അപ്പോൾ MP ആയാൽ പോരാ, ഭാഗ്യം കൂടെ വേണം. എന്താ, നമ്മൾ ക്വസ്റ്റ്യൻ അപേക്ഷ കൊടുത്താൽ പോലും ലോട്ടിലാണ് വരിക. ഇത്രയും പേര് ക്വസ്റ്റ്യൻ കൊടുക്കുമ്പോൾ അത്യപൂർവമായിട്ടുള്ള അവസരം കിട്ടുക. കിട്ടിയ അവസരം കേരളത്തിന് വേണ്ടിയും പാലക്കാടിന് വേണ്ടിയും അവതരിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഇടതുപക്ഷം ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം, കേരളത്തിൽ നിന്നുള്ള MP മാർ, അതായത് UDF MP മാർ കേരളത്തിന് വേണ്ടി ശബ്ദമുയർത്താനോ കേരളത്തിന് വേണ്ടി ലോബിയിങ് നടത്താനോ താല്പര്യമുള്ള ആളുകളല്ല എന്നുള്ള മട്ടിൽ. അങ്ങനെയുണ്ടോ? കാരണം കേരളം ഇടതുപക്ഷം ഭരിക്കുന്നു, നിങ്ങൾ UDF-കാരാണ്, അപ്പോൾ കേരളത്തിലെ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും നടന്നോട്ടെ എന്നുള്ള സമീപനമുണ്ടോ? ആകെപ്പാടെ TN പ്രതാപനാണ് കഴിഞ്ഞ ദിവസം ഈ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള പണം സംബന്ധിച്ച ഒരു ഇടപെടൽ പാർലമെന്റിൽ നടത്തിയത്. തെറ്റാണ്. എന്തറിയോ, ഇത് ഏതെങ്കിലും ഒരു MP ഇടപെട്ടിട്ടല്ല. കേരളത്തിൻ്റെ പൊതുവായ വികസന കാര്യങ്ങളല്ലാതെ എന്താ കോൺഗ്രസിൻ്റെ UDF-ന്റെ MP-മാർ ലോക്സഭയിൽ പറയുന്നത്? ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും എടുത്തിട്ടാ പരിശോധിച്ചിട്ടാ പറയേണ്ടത്. തെരഞ്ഞെടുപ്പ് സർവേകളൊക്കെ വന്നു തുടങ്ങി, അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? പിന്നെ എല്ലാം ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സർവേകളൊക്കെ ആ ഒരു മൂഡ്, ഇപ്പോൾ പാലക്കാടിനെ സംബന്ധിച്ചാണെങ്കിൽ പാലക്കാടിന്റെ ഒരു മൂഡ് പ്രതിഫലിപ്പിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അതായത് ഈ സർവേകളെ സംബന്ധിച്ച് അതിൻ്റെ ആധികാരികതയെക്കുറിച്ചൊന്നും ഞാൻ ശാസ്ത്രീയമായി പറയുന്നതല്ല. പക്ഷെ സർവേ ഫലം പുറത്തു വന്നിട്ട് ഈ അവസാന റിസൾട്ട് വരുമ്പോൾ ഈ സർവേ നടത്തിയവരും ചാനലുകാരും അന്തം വിട്ടു നിൽക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ തവണ കണ്ടത്. തോറ്റുപോയി എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചു. റിസൾട്ട് വരെ എനിക്ക് കുറേ ദിവസം ഇരിക്കുകയാണ്. അപ്പോൾ ഇതാണ് സർവേയുടെയൊക്കെ ഫലം, അനുഭവങ്ങളാണ്. പക്ഷെ നമ്മൾ അതിനൊന്നും തള്ളിക്കളയുന്നില്ല. ഇപ്പം തന്നെ ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടില്ല, അതിനു മുമ്പ് തന്നെ ഒരു ചാനൽ എന്നെ പാലക്കാട് 2ാം സ്ഥാനത്ത് എത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഇവർ തന്നെ 3ാം സ്ഥാനത്താണ്. ഇത്തവണ ഒരു സ്ഥാനക്കയറ്റം ലഭിച്ചിട്ടുണ്ട്. അത് എൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. അപ്പം എന്തായാലും സർവേകൾ വരട്ടെ, അന്തിമ ഫലം ജനങ്ങളാണ് തീരുമാനം. കഴിഞ്ഞ തവണ ഇടതുപക്ഷം വിക്ടറി റാലിയുടെ റൂട്ട് വരെ തീരുമാനിച്ച് ഗാനം വരെ പ്രസിദ്ധീകരിച്ചതിന് ശേഷമാണ് ഇലക്ഷൻ ഫലം വന്നത്. അതെ, ജനങ്ങളല്ലേ അതൊക്കെ തീരുമാനിക്കുന്നത്. മാത്രമല്ല അന്ന് പടക്കവും അതുപോലെ തന്നെ വണ്ടിയും എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി നിൽക്കുകയാണ്. റിസൾട്ട് വന്നാൽ മതി പറഞ്ഞു. അപ്പോഴാണ് അത് നമ്മുടെ ആളുകൾ പകുതി വിലയ്ക്ക് അവിടുന്ന് പടക്കം വാങ്ങിച്ചു. യഥാർത്ഥത്തിൽ നേരത്തെ പടക്കവും ലഡുവൊന്നും തയ്യാറാക്കി വെച്ചിട്ടില്ല. നമ്മുടെ ആളുകൾക്ക് പൂർണ്ണമായിട്ടും ജയിക്കുന്നുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നു. എന്നിട്ട് പോലും ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിച്ച UDF പ്രവർത്തകരെ ഞാൻ അപ്പോൾ അഭിനന്ദിച്ചു. കാരണം എന്താ അറിയോ, അവർക്ക് ഒരു കുലുക്കും ഉണ്ടായിട്ടില്ല. ഈ സർവേ വന്നിട്ട് ഇഞ്ചോടിഞ്ച് പോരാടാനുള്ള പ്രചോദനമായിട്ട് ആ സർവേകൾ മാറി. ഇത്തവണ പടക്കം നേരത്തെ വാങ്ങിച്ചു വെക്കുമോ, അതോ അന്നത്തെ പോലെ പകുതി വിലയ്ക്ക് വാങ്ങിക്കാമെന്ന് വിചാരിക്കുമോ? ഒരിക്കലും ഇല്ല. ഇത്തവണ ഞങ്ങൾ നേരത്തെ പടക്കം വാങ്ങിച്ചു വെക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.